നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ പുല്ലുതാർ വിണ്ണിനായി തെളിയും തിരിവരയാൻ തിരമാല പോലെ പടരാനായി നെറിനാരുവേരു വിടരാനായി പുതുപുലരികളെ നിറനിനവുകളെ കരിപുരളാതിടുവാനേ ചതിപകലുകളെ കൊതിച്ചിതലുകളെ സതുമതിലായിടുവാനേ നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ. കഴിഞ്ഞ ജനുവരി 1 തൊട്ട് ദക്ഷിണേന്ത്യയിലെ അജ്മീർ എന്നറിയപ്പെടുന്ന ഉള്ളാൽ ദർഗയിൽ നിന്ന് പ്രാർത്ഥന നടത്തി തുടങ്ങിയ കേരളയാത്ര ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മക്കാന്തോർ മുസ്താദിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ പിന്നിട്ട് ഞങ്ങളുടെ ഈ പ്രധാനപ്പെട്ട പ്രമേയം അഥവാ മനുഷ്യർക്കൊപ്പം കേവലം ഒരു പൊതുസമ്മേളനം അല്ല, മറിച്ച് എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് പൂർവീകാലം തൊട്ടേ ലോകഭൂപടത്തിൽ ഇടം നേടിയ ഒരു നാടാണ്. 2 വർഷം മുമ്പ് യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന അംഗീകാരം ലഭിച്ചപ്പോൾ നമ്മുടെ രാജ്യം ഒട്ടുക്കും അതിൽ സന്തോഷിച്ചു. കോഴിക്കോട് പ്രത്യേകമായും ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല തങ്ങൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ, എസ്.കെ. പൊറ്റക്കാട് തുടങ്ങിയ ധാരാളം ആളുകൾ, അവരെല്ലാം സ്മരിക്കലോടുകൂടെ തന്നെ അവർ കൈമാറി തന്ന ഈ സൽപ്പേര് ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നുകൂടി സജീവമാക്കാൻ പല പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട്, നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഒന്നിച്ചിടപെട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം. മൂന്നാമതായി, കേരളത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളാണ് വയനാട് വഴി കടന്നു പോകുന്നത്. എന്നാൽ താമരശ്ശേരി, കുറ്റ്യാടി ചുരങ്ങളിൽ കനത്ത ഗതാഗത കുരുക്കാണ്. പലപ്പോഴും ആ ഭാഗങ്ങളിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സിംഹഭാഗം തന്നെ അതിനുവേണ്ടി നീക്കി വെക്കേണ്ടി വരുന്നത്. ഇതിന് ഒരു ശ്വാസത പരിഹാരം, ബൈപ്പാസ് റോഡുകൾ നിർമ്മിച്ച് വ്യക്തമായ പരിഹാര മാർഗങ്ങൾ കാണാം. നാലാമത്, ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് എയിംസ്. ഇന്ന് കേരളം ഒട്ടുക്കും, പ്രത്യേകിച്ച് മലബാർ ആശ്രയിക്കുന്നത് ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത വളരെ ക്രൂരമായ ഒരു പ്രവർത്തനമാണ് നടന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തടവറയിലാക്കുക, ശിക്ഷിക്കുക എന്നൊന്നും പറഞ്ഞത് ഒട്ടും ശരിയല്ല എന്നാണ് ലോകമൊട്ടുക്കും അഭിപ്രായപ്പെടുന്ന പോലെ ഞങ്ങളും അഭിപ്രായപ്പെടുന്നു. വരുമെന്ന് കാലങ്ങളായി പ്രതീക്ഷിക്കുന്നു. അതിന് വളരെ അനുയോജ്യമായ സ്ഥലങ്ങൾ കോഴിക്കോട് ജില്ലയിലുണ്ടായിട്ടും പരിഹരിക്കപ്പെടാത്തതിൽ, അത് സാക്ഷാത്കരിക്കപ്പെടാത്തതിൽ വളരെ ആശങ്ക കോഴിക്കോട് ജില്ലക്കാർക്ക് മുഴുവനുമുണ്ട്. ഇത്യാദി ആവശ്യങ്ങൾ കേരള സർക്കാരുകളെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുക എന്നതാണ് ഞങ്ങളുടെ കേരളയാത്രയുടെ ഭാഗമായി കോഴിക്കോടിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഉസ്താദ്, ഐക്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്ന് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വേണ്ടതെല്ലാം ചെയ്യുന്നു. ഏതാണെങ്കിലും മുറിവുകൾ ഉണങ്ങി വരുന്നുണ്ട്. അടുത്ത് തന്നെ അത് പ്രാവർത്തികമാകും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അതിനാണ് ഞങ്ങളുടെ പ്രാർത്ഥന.
നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ പുല്ലുതാർ വിണ്ണിനായി തെളിയും തിരിവരയാൻ തിരമാല പോലെ പടരാനായി വെറിനാരുവേരു വിടരാനായി പുതുപുലരികളെ നിറനിനവുകളെ കരിപുരളാതിടുവാനേ ചതിപകലുകളെ കൊതിച്ചിതലുകളെ സതുമതിലായിടുവാനേ നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka.